Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Thank you for watching. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തം ചെയ്തത് ഫ്ലോട്ട് വാല്യൂ എങ്ങനെയാണ് നമ്മൾ 32 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കാണിച്ചത്. അത് റിയൽ വാല്യൂസ് തന്നെ ഫ്ലോട്ട് ഡാറ്റ റെപ്രസെന്റേഷൻ എങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ മാത്രം ഡബിളിൽ ചെയ്ത് നോക്കാം. പിന്നെ മുന്നത്തെ വീഡിയോയിലുള്ള ഫ്ലോട്ടിൽ ചെയ്തൊക്കെ ഡബിളിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഡബിളിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്ന് മനസ്സിലാവാൻ പറ്റും. അതായത് ഡബിൾ ഡാറ്റ ടൈപ്പിൽ എങ്ങനെയാണ് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡബിളിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ 8.25 ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇന്റഗ്രൽ പോർഷൻ 8, പിന്നെ ഫ്രാക്ഷണൽ പോർഷൻ 0.25. അപ്പോൾ 8-ൻ്റെയും 0.25-ൻ്റെയും ബൈനറി നമ്മൾ കണ്ടുപിടിക്കുക. 8-ൻ്റെ ബൈനറി പറഞ്ഞാൽ 1000. 0.25-ൻ്റെ ബൈനറി കണ്ടുപിടിക്കാം. 0.25-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 0.5. ഫ്രാക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുക, അതായത് 0 സ്റ്റോർ ചെയ്തു. ഫ്രാക്ഷൻ റൈറ്റ് സൈഡിലുള്ള പോർഷൻ അടുത്തേക്ക് എടുക്കുക, വീണ്ടും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.5 × 2 ചെയ്താൽ 1 കിട്ടും, 1.0. ഫ്രാക്ഷൻ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുക 1. നമുക്ക് 1.0 ആൻസർ കിട്ടിയാൽ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡയറക്ഷനിൽ അതിൻ്റെ വാല്യൂസ് എടുക്കുക. അപ്പോൾ 0.25-ൻ്റെ 0.1 എന്ന് ആൻസർ കിട്ടും. ഇനി നമ്മളിത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. ഇതിന് 1 പോയിന്റ് സംതിങ് എഴുതണം. അപ്പോൾ ഒരു തവണ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ ഇങ്ങോട്ട് എത്തും, വീണ്ടും ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 4 തവണ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഒരു ആദ്യത്തെ തവണ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ 100.001 × 2 to the power 1. ലെഫ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 2 to the power 1 കൊടുത്തത്. പിന്നെ ഒന്നുകൂടി ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ 10.0001 × 2 to the power 2. ഒന്നുകൂടി 3 തവണ ചെയ്താൽ മതി, 4 തവണ ആവശ്യമില്ല. × 2 to the power 3. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുക. ഇതിലെ ഈ ഒരു പോർഷൻ ഇതാണ് നമ്മുടെ മാൻഡിസ. അപ്പൊ മാൻഡിസ എത്ര വരിക? മാൻഡിസ പറഞ്ഞാൽ 52 ബിറ്റ് ആണ് വരിക. ആദ്യത്തെ 1, 2, 3, 4, 5 ആദ്യത്തെ 5 ബിറ്റ് ഇങ്ങനെ വരിക. പിന്നുള്ള 52-ലെ ബാക്കി 47 ബിറ്റ്, ബാക്കി 47 ബിറ്റ് മൊത്തം 0 ആണ് വരിക. ജസ്റ്റ് ഞാൻ മൊത്തം 47 ബിറ്റ് എഴുതുന്നില്ല, കുറച്ച് എഴുതുക, പിന്നെ ബാക്കിയുള്ളത് ഇത് മൊത്തം 47 ബിറ്റ്സ് ആട്ടോ. ഇത് 5 ബിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 52 ബിറ്റ്സ് ആണ് മാൻഡിസ പോർഷൻ. അതിനുശേഷം നമുക്ക് എക്സ്പോണന്റ് പോർഷൻ കണ്ടുപിടിക്കണം. എക്സ്പോണന്റ് പോർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ബയാസ് വാല്യൂ ഉണ്ട്. ബയാസ് വാല്യൂ പറഞ്ഞാൽ നമ്മുടെ ഡബിളിന് 1023 ആണ്. 1023 പ്ലസ് ഇവിടുത്തെ y വാല്യൂ പറഞ്ഞാൽ 2-ൻ്റെ പവർ പറഞ്ഞാൽ 3 ആണ്. y വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1026. 1026-ൻ്റെ ബൈനറി പറഞ്ഞാൽ 100. അപ്പോൾ 3 ബിറ്റായി, 5 ബിറ്റായി, 7 ബിറ്റായി, നമുക്ക് എത്ര 11 ബിറ്റ് ഉണ്ട്, 9 ബിറ്റായി, 10. ഇതാണ് 1026-ൻ്റെ ബൈനറി വാല്യൂ. അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ 0, 1, 1-ൻ്റെ അവിടെ 2 വാല്യൂ വരും. 1, 2, 4, 8, 16, 32, 64, 128, 1, 256, 512, 1024. 1024-ഉം 2 കൂടി ആഡ് ചെയ്താൽ 126. ഇതാണ് അപ്പോൾ എക്സ്പോണന്റ് പോർഷൻ. നമുക്ക് തന്ന വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ആദ്യം സൈൻ ബിറ്റ് എന്താ വരിക? 0 വരും, പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അതിനുശേഷം എക്സ്പോണന്റ് നമ്മൾ 11 ബിറ്റ്സിൽ കണ്ടുപിടിച്ചു. 1, 0, 0, 3 ബിറ്റായി, 5 ബിറ്റ്, 7 ബിറ്റ്, 9 ബിറ്റ്, 11 ബിറ്റ്. ഇത് എത്ര ബിറ്റാണ്? 11 ബിറ്റ്സ്. ഇതാണ് എക്സ്പോണന്റ് പോർഷൻ. അതിനുശേഷം നമ്മൾ മാൻഡിസ എത്ര ബിറ്റ് വരിക? മാൻഡിസ പറഞ്ഞാൽ 0, 0, 0, 3 0 ആയി, 4 0, 1, പിന്നെ മൊത്തം 0. ടോട്ടൽ എത്ര വരിക? 52 ബിറ്റ്സ്. ഇങ്ങനെയാണ് 8.25-ന്റെ റിയൽ വാല്യൂ ഡബിൾ ഡാറ്റ ടൈപ്പിൽ നമ്മുടെ മെമ്മറിക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും.